അതാണ് ഇപ്പൊ ഈ എക്സാമിന്റെ പ്രശ്നത്തിൽ വന്നത്. അതിന്റെ ഡെഫിനിഷനിലേക്ക് വരികയാണെങ്കിൽ 9ാം ക്ലാസ്സിന്റെയും 10ാം ക്ലാസ്സിന്റെയും +1 +2 10ഉം +1 +2 പരീക്ഷ എഴുതി കൊടുക്കുന്നത് 9ാം ക്ലാസ് മക്കളാണ്. ഈ മക്കൾക്ക് ഞങ്ങളെ പബ്ലിക് എക്സാമിന്റെ മുന്നേയാണ് എക്സാം വെച്ചിരുന്നത് കഴിഞ്ഞ വർഷം മുമ്പ് വരെ. കഴിഞ്ഞ വർഷത്തിന് ശേഷം ഇവരെ മൊഡ്യൂളിൽ മാറ്റം വന്നു. ഞങ്ങൾ പബ്ലിക് എക്സാമിന്റെ കൂടെ തന്നെ ഇവർ ആനുവൽ എക്സാം വെച്ചു. ആദ്യം കഴിഞ്ഞ വർഷം 2 പരീക്ഷയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് എഴുതേണ്ടി വന്നത്. ഇപ്രാവശ്യം 6 പരീക്ഷ അവര് വിഷയം എഴുതണം. അരമണിക്കൂർ ഉച്ച ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. വേറൊരു ദിവസമോ അല്ലെങ്കിൽ അല്ല, ആദ്യം ചെയ്യുമ്പോൾ പറഞ്ഞല്ലേ, ആദ്യം ഫെബ്രുവരി മാസം ലാസ്റ്റില് മാർച്ചിന്റെ ഫസ്റ്റ് ആയിട്ട് 5 ദിവസം മതിയല്ലോ, 6 ദിവസം. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമ്പിളൊക്കെ അറേഞ്ച് ചെയ്ത് ലാസ്റ്റത്തെ 4 ദിവസം ബാക്കി വെക്കും. അന്നാണ് ഇവ ബാക്കി എക്സാം നടത്താം. അപ്പൊ കമ്മിറ്റഡ് അല്ല. ചെറിയ സമയത്തിൽ മാറ്റം വരുത്താന്നുള്ള സംഗതി മാത്രം ചെയ്താൽ പോരെ. ഇതില് സമയത്തിൽ ദിവസങ്ങളിലും മാറ്റം വരുത്തിയാൽ പോരെ. വർക്ക്ഔട്ട് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതെ, ആരെ കൺസിഡർ ചെയ്യണം? കൺസിഡർ ചെയ്യുമ്പോ തട്ടിക്കളയാൻ ഏറ്റവും നല്ല ഭിന്നശേഷിക്കാരനാണ്. അല്ലെങ്കിൽ പ്രശ്നം പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് അറിയാം. നമ്മൾ ചെവിയോണ്ട് കേൾക്കണേ, അതൊന്നും കാര്യമില്ല. ഓരോ പരിപാടികൾ. ഏതായാലും അമലിന്റെ സമരത്തിനൊരു കൃത്യമായ ഒരു പരിഹാരം അമലിന് കിട്ടിയോ? ഉറപ്പ് കിട്ടിയോ? പിന്നെ ഉറപ്പ് കിട്ടി. അടുത്ത വർഷം എന്തായാലും മാറ്റുമെന്ന് ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ് സാറ് എന്നെ വിളിച്ചു പറഞ്ഞു. അതുപോലെ സ്റ്റേറ്റ് SSK എന്നൊക്കെ വിളിച്ചു. ജില്ലാ പ്രൊജക്ട് ഓഫീസർ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞ് അത് നല്ല ഒച്ചപ്പാടായിട്ടുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യപ്പെട്ടു ആ വിഷയം എന്നുള്ളത്. അപ്പോൾ അവർ അല്ല, അതൊരു അമൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടും അമൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പറ്റി അങ്ങനെ ഒരു സമര രീതിയിലേക്ക് അമൽ പോയതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അമൽ ആ സമയത്തൊന്നും മിണ്ടാതിരുന്നിക്കുകയാണെങ്കിൽ എന്താ, ആരും മിണ്ടായില്ല. അല്ലാതെ ആരും മിണ്ടായില്ല. രസം അറിയോ, വലിയ ശതമാനം പാരന്റ്സിനും അറിയില്ല എന്താണ് സ്ക്രൈബ് എന്നുള്ളത് അറിയാത്ത പ്രശ്നമുണ്ട്. ഇപ്പോൾ എൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തീരെ ഒഴിവില്ല. ഇപ്പൊ ഈ ടോയ്ലറ്റിന്റെ സ്റ്റോറി ഒരു ഷോർട്ട് ഫിലിം ആക്കാനാണ് എൻ്റെ ടോയ്ലറ്റ്, നേരത്തെ പറഞ്ഞ ടോയ്ലറ്റിലേക്ക് എത്തിയ ഒരു കഥ. അത് ഷോർട്ട് ഫിലിം ആക്കാനാണ് എൻ്റെ ഒരു നല്ലൊരു തീമാണ്.